ഹ്യൂമാനിറ്റീസ് കഫേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് +2 ഇംഗ്ലീഷിലെ എല്ലാ പരീക്ഷകൾക്കും നിർബന്ധമായും ചോദിക്കുന്ന റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയുന്ന ഗ്രാമർ ടോപ്പിക്കാണ്. സോ ഈ ഒരു ടോപ്പിക്ക് പഠിക്കുന്നതിന് മുമ്പേ ആയിട്ട് ഇതിൻ്റെ കുറേ ഫോർമാറ്റ്സും റൂൾസും ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. കുറച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാനിവിടെ പറയുന്നുണ്ട്. അതെല്ലാം ക്ലിയർ ആയിട്ടൊന്ന് പഠിച്ചു വെച്ചാൽ മാത്രമേ നമുക്ക് ക്വസ്റ്റ്യൻസ് നന്നായിട്ട് അറ്റൻഡ് ചെയ്യാനും മാർക്ക് മേടിക്കാനും പറ്റുള്ളൂ. പക്ഷേ എന്നാലും ഒരു 4 മാർക്ക് വരെ നമുക്ക് ചോദിക്കാനും ചാൻസ് ഉണ്ട് കേട്ടോ. ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഞാൻ ആദ്യമേ പറയുന്നു, ചിലപ്പോൾ ഇത് ആദ്യം ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്നവരുണ്ടാവാം. കാരണം കുറേ റൂൾസൊക്കെ പഠിക്കണമല്ലോ എന്നുള്ള രീതിയിലൊക്കെ. പക്ഷേ എന്തെങ്കിലുമൊക്കെ പഠിക്കുക, നമുക്ക് പ്രാക്ടീസ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഇത് ഈസി ആയിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. ആദ്യം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, പക്ഷേ പിന്നെ അത് നന്നായിട്ട് ഇമ്പ്രൂവ് ആക്കി എടുക്കാനായിട്ട് സാധിക്കും. അത് ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ എന്ത് ചെയ്യുക, എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനൊക്കെ എനേബിൾ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. റിപ്പോർട്ടഡ് സ്പീച്ച് എന്താണെന്നൊരു ബേസിക് ഐഡിയയ്ക്ക് വേണ്ടി ഒരു കാര്യം പറയാം. രണ്ടുപേര് തമ്മിൽ സംസാരിക്കുന്ന ഒരു കാര്യം, അത് മൂന്നാമതൊരാളെ അറിയിക്കുന്ന ഒരു മെത്തേഡ് ഉണ്ടല്ലോ, അതാണ് നമ്മൾ ഈ റിപ്പോർട്ടഡ് സ്പീച്ചിലൂടെ എഴുതുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എന്താ പറയുക, ഒരു മനു എന്ന് പറയുന്ന പേരുള്ള ഒരാളും അതുപോലെ തന്നെ ഹരി എന്ന് പറയുന്ന ഒരു പേരുള്ള ആളും. ഓക്കെ, അപ്പോൾ മനുവും ഹരിയും തമ്മിൽ എന്താണ്, അവർ രാവിലെ എന്താ പറയുക കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എന്താ പറയുക, രമ എന്ന് പറയുന്ന പേരുള്ള ഒരാൾ മൂന്നാമത്തെ ഒരു പേഴ്സൺ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഹരി വന്നിട്ട് മനുവായിട്ട് സംസാരിച്ച കാര്യങ്ങൾ രമയോട് പറയുന്നത് എങ്ങനെയായിരിക്കും? മനു എന്നോട് പറഞ്ഞു ഇങ്ങനെയൊക്കെയാണെന്നുള്ളത്. ഇപ്പം മനു ഹരിയോട് ചോദിക്കുകയാണ്, നീ ഇന്ന് എത്ര പോർഷനാണ് നാളത്തെ എക്സാമിന് വേണ്ടി പഠിച്ചത് എന്ന് ചോദിക്കാമെന്ന് വെച്ചോ. അപ്പോൾ ഹരി വന്ന് രമയോട് എന്തായിരിക്കും പറയുന്നത്? മനു എന്നോട് എന്താ ചോദിച്ചത്? ഞാൻ ഇന്ന് എത്ര പോർഷൻ പഠിച്ചു എന്ന് മനു എന്നോട് ചോദിച്ചു എന്നുള്ള രീതിയിലായിരിക്കും പറയുന്നുണ്ടാവും അല്ലേ. അപ്പോൾ ആ ഒരു മാറ്റം, അതാണ് നമ്മൾ ഈ റിപ്പോർട്ടഡ് സ്പീച്ചിലൂടെ എന്ത് ചെയ്യേണ്ടത്, നമുക്ക് പറയേണ്ടത്. ഇതൊന്നും കേട്ട് നിങ്ങൾ പേടിക്കേണ്ട, ജസ്റ്റ് ഒരു ബേസ് ഐഡിയയ്ക്ക് വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി നമുക്കിതിൻ്റെ ഫോർമാറ്റിലോട്ട് പോകാം. ആദ്യമേ നമ്മൾ പഠിക്കേണ്ടത്, ഇതെല്ലാവരും പഠിക്കാവുന്ന വേറെ ഒന്നുമില്ല, നമുക്ക് ഒരു സ്റ്റേറ്റ്മെൻറ്റ് സെൻറ്റൻസ് ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ, അല്ലെങ്കിൽ അവസാനം എല്ലാം കൂടി ഒരു ഡൗട്ടായി പോകും. അതുകൊണ്ടാണ് നോക്കൂ, സ്റ്റേറ്റ്മെൻറ്റ് സെൻറ്റൻസ് ആണെങ്കിൽ, സ്റ്റേറ്റ്മെൻറ്റ് സെൻറ്റൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ എന്താ പറയുക, സബ്ജക്റ്റും വെർബും ഒബ്ജക്റ്റും മാത്രമേ ഉള്ളൂ ഒരു സിമ്പിൾ സെൻറ്റൻസിനെയാണ് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാൻ പറയാണ് മൈ നെയിം ഈസ് സെയ്ജ്. ഓക്കെ, എൻ്റെ പേര് സെയ്ജ് എന്നാണ് കേട്ടോ. മൈ നെയിം ഈസ് സെയ്ജ് എന്ന് ഞാൻ പറയാണ്. അപ്പോൾ എന്ന് പറയുമ്പോൾ അതൊരു സ്റ്റേറ്റ്മെൻറ്റ് സെൻറ്റൻസ് ആണ്. അവിടെ സബ്ജക്റ്റും വെർബും ഒബ്ജക്റ്റും മാത്രമേ ഉള്ളൂ, പ്രത്യേകിച്ച് വേറെ ഒരു ഇതുമില്ല. ഓക്കെ, അതിനെയാണ് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് സെൻറ്റൻസ് എന്ന് പറയുന്നത്, സിമ്പിളായിട്ടുള്ള സെൻറ്റൻസ്, നോർമലി നമ്മൾ കാണുന്ന സെൻറ്റൻസ്. സോ ഈ സ്റ്റേറ്റ്മെൻറ്റ് സെൻറ്റൻസിനെ നമുക്ക് റിപ്പോർട്ട് ചെയ്യാനായിട്ട് ചോദിക്കുന്നുണ്ട് ടൈമിൽ നമ്മൾ കണക്റ്റിംഗ് വേർഡായിട്ട് ഉപയോഗിക്കേണ്ട വാക്ക് ദാറ്റ് ആണ്. അത് നിങ്ങൾ എല്ലാവരും നോക്കിയിരിക്കുക. സ്റ്റേറ്റ്മെൻറ്റ് സെൻറ്റൻസ് ആണ് തന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ എന്താണ് കണക്റ്റിംഗ് വേർഡായിട്ട് യൂസ് ചെയ്യേണ്ടത്, ഏതാണ്, ദാറ്റ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ അടുത്ത രണ്ടാമതായിട്ട് ഓക്സിലറി വെർബ്, അതാണ് ഞാൻ AV എന്നിട്ടിട്ടുള്ളത്. അല്ലെങ്കിൽ എസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ, ക്വസ്റ്റ്യൻ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ചോദിക്കുകയാണ്, ആർ യു ഹാപ്പി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചോദിക്കുകയാണ്, നീ ഇപ്പോൾ സന്തോഷവാനാണോ അല്ലെങ്കിൽ നീ സന്തോഷവതിയാണോ, ആർ യു ഹാപ്പി എന്ന് ചോദിക്കുകയാണ്. അതൊരു ഓക്സിലറി വെർബ് ക്വസ്റ്റ്യനാണ്, കാരണം ഓക്സിലറി വെർബിലാണ് അത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. നോക്കൂ, ആർ യു ഹാപ്പി എന്ന് ചോദിക്കുമ്പോൾ അവിടെ ഉത്തരം എന്തായിരിക്കും വരുന്നുണ്ടാവുക, യെസ് അല്ലെങ്കിൽ നോ അല്ലേ, അങ്ങനെയല്ലേ വരും. നീ ഹാപ്പി ആണോ? ഹാപ്പിയാണ് മീൻസ് എസ് ആണ് അല്ലെങ്കിൽ നോ ആണ് എന്നല്ലേ നമുക്ക് മറുപടി പറയാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള ക്വസ്റ്റ്യനെയാണ് നമ്മൾ ഓക്സിലറി വെർബ് അല്ലെങ്കിൽ എസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യനാണ് നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ തന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അവിടെ കണക്റ്റിംഗ് വേർഡായിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഇഫ് അല്ലെങ്കിൽ വെദർ ആണ്. ഓക്കെ, ഇഫോ വെദറോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇതിൽ ഏത് രണ്ട് വാക്കിൽ മീൻസ് ഒരെണ്ണം ഉപയോഗിച്ചാൽ മതി, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാം. ഇനി മൂന്നാമതായിട്ട് WH ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ വേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയും. അതായത് ഇപ്പോൾ വാട്ട് ഈസ് യുവർ നെയിം എന്ന് പറയുന്നത് കൃത്യമായിട്ട് വാട്ട് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ വേർഡ് അല്ലേ, ആ ഒരു വേർഡിൽ തുടങ്ങിയ ഒരു ക്വസ്റ്റ്യനാണ് വാട്ട് ഈസ് യുവർ നെയിം. അതാണ് നമ്മൾ WH ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. സോ അവിടെ നമ്മൾ എന്താ പറയുക, ക്വസ്റ്റ്യൻ വേർഡ് തന്നെയാണ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ടത് റിപ്പോർട്ട് ചെയ്യുന്ന ടൈമിൽ. മനസ്സിലായോ? അതായത് ഇപ്പോൾ വാട്ട് ഈസ് യുവർ നെയിം ആണ് നമുക്ക് തന്നിട്ടുള്ളത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടെന്നുണ്ടെങ്കിൽ വാട്ട് എന്ന് പറയുന്ന ആ ക്വസ്റ്റ്യൻ വേർഡാണ് നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടൈമിൽ കണക്റ്റിംഗ് വേർഡായിട്ട് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ ആണല്ലോ? ഈ മൂന്നുമാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതുള്ളത് കേട്ടോ. അതായത് ഇത് മൂന്നും നിങ്ങൾ എല്ലാവരും ഒന്ന് പഠിച്ചു വെച്ചേ മതിയാവും. സ്റ്റേറ്റ്മെൻറ്റ് ആകുമ്പോൾ ഡേറ്റ് യൂസ് ചെയ്യും, ഓക്സിലറി വെർബ് അല്ലെങ്കിൽ എസ് ഓർ നോ ആണെന്നുണ്ടെങ്കിൽ ഇഫ് അല്ലെങ്കിൽ വെദർ നമുക്ക് യൂസ് ചെയ്യാം, WH ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ വേർഡ് സെയിം ക്വസ്റ്റ്യൻ വേർഡ് തന്നെ നമുക്ക് യൂസ് ചെയ്യാം. ഇതാണ് നമുക്ക് ചോദിക്കാറുള്ളത് കേട്ടോ പതിവായിട്ട്. പിന്നെ നമുക്ക് നോക്കൂ, വേറെ സെൻറ്റൻസുകളുണ്ട്, ഇമ്പറേറ്റീവ് സെൻറ്റൻസ്. ഇമ്പറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത് നമ്മളൊരു കമാൻഡ് ചെയ്യാണ് അല്ലെങ്കിൽ ഓർഡർ ചെയ്യാണ്, റിക്വസ്റ്റ് ചെയ്യാണ് എന്ന് പറയുമ്പോൾ നമ്മൾ വേറെ ഒന്നുമില്ല, നമ്മൾ ഒരാളടുത്ത് ആജ്ഞാപിക്കുകയാണ് അല്ലെങ്കിൽ ഒരാളടുത്ത് യാചിക്കുകയാണ് എന്നുണ്ടെങ്കിലൊക്കെയാണ് അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് സെൻറ്റൻസിനെയാണ് ഇമ്പറേറ്റീവ് എന്ന് പറയുന്നത്.
ഇപ്പോൾ നമ്മൾ ഒരാളടുത്ത് റിക്വസ്റ്റ് ചെയ്യണം, പ്ലീസ് ഗീവ് മീ എ പെൻ, എനിക്കൊരു പേന തരാമോ എന്ന് നമ്മൾ ചോദിക്കുകയാണ്, റിക്വസ്റ്റ് ചെയ്യണം. അതൊരു ഇമ്പറേറ്റീവ് സെൻറ്റൻസാണ്. അല്ലെങ്കിൽ നമ്മൾ ഒരാളടുത്ത് ഒരു ഓർഡർ, ഒരു എന്താ പറയുക, ഒരു ആജ്ഞാപിക്കുകയാണ് നമ്മൾ. ഡോണ്ട് ചെക്ക് മൈ ബാഗ്, എൻ്റെ ബാഗ് ചെക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് നമ്മൾ ആജ്ഞാപിക്കുകയാണ്. അങ്ങനെ എന്നുണ്ടെങ്കിൽ ഇമ്പറേറ്റീവ് ആണ്. അതൊക്കെയാണ് ഇമ്പറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. സോ ഇമ്പറേറ്റീവ് സെൻറ്റൻസ് ആണെങ്കിൽ റിപ്പോർട്ട് ചെയ്യാൻ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ കൊടുക്കേണ്ടത്? ടു ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ടു എന്നോ നോട്ട് ടു എന്നോ പറയാം. മീൻസ് ക്വസ്റ്റ്യൻ അനുസരിച്ചാണ് ടു എന്നാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ടു ആണ് നമുക്കവിടെ കണക്റ്റിംഗ് വേർഡായിട്ട് യൂസ് ചെയ്യേണ്ടത്. പിന്നെ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആണെങ്കിൽ മീൻസ് ഇപ്പോൾ ഹുറേ എന്നൊക്കെ പറയുന്ന മറ്റേ എന്താ പറയുക, എക്സ്ക്ലമേഷൻ മാർക്ക് വരുന്ന സെൻറ്റൻസുകൾ ഉണ്ടല്ലോ, എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്. സോ ഈ സെൻറ്റൻസുകൾ വരുമ്പോൾ നമ്മൾ ദാറ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? യൂസ് ചെയ്യേണ്ട കണക്റ്റിംഗ് വേർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യമേ പറയട്ടെ, ഇത് നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക. സ്റ്റേറ്റ്മെൻറ്റ് സെൻറ്റൻസ് ആണെങ്കിൽ ഡേറ്റ് യൂസ് ചെയ്യണം. ഓക്സിലറി വെർബ് അല്ലെങ്കിൽ എസ് ഓർ നോ ആണെങ്കിൽ ഇഫ് അല്ലെങ്കിൽ വെദർ യൂസ് ചെയ്യാം. WH ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ വേർഡ് യൂസ് ചെയ്യാം. ഇമ്പറേറ്റീവ് ആണെങ്കിൽ ടു യൂസ് ചെയ്യാം. എക്സ്ക്ലമേറ്ററി ആണെങ്കിൽ ദാറ്റ് യൂസ് ചെയ്യാം. നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഈ ഒരു കണക്റ്റിംഗ് വേർഡ് നമ്മൾ ആൻസറിൽ എഴുതിയാൽ തന്നെ നമുക്കവിടെ 1/2 മാർക്ക് കിട്ടും കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ കണക്റ്റിംഗ് വേർഡ് എല്ലാം കൃത്യമായിട്ട് തന്നെ പഠിച്ച് വെച്ചേക്കണം. ഓക്കെ, പിന്നെ ഇനിയാണ് നമ്മൾ കറക്റ്റ് റൂൾസ് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇത് ഞാൻ എന്താ പറയുക, ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന ടൈമിൽ എഴുതിയ ഒരു ബുക്കാണ് കേട്ടോ. പഴയ ഒരു ഗ്രാമർക്ക് എഴുതി വെച്ചിട്ടുള്ള ഒരു ബുക്കാണ്. അതാണ് ഇങ്ങനെ പഴയതായിട്ട് ഇരിക്കുന്നത്. പക്ഷേ ഞാൻ പറയുന്ന കാര്യം ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കൂ, കാണാൻ കഴിയുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നോക്കൂ, നമ്മളിത് ടെൻസ് പഠിച്ചിട്ടുള്ളവർക്ക് ഈ റൂൾസ് പഠിക്കാനെന്ന് പറയുമ്പോൾ ഈസി ആയിരിക്കും. അല്ലാത്തവരൊന്ന് പഠിച്ചേ പറ്റുള്ളൂ. നോക്കൂ, ആദ്യമേ തന്നെ ഞാൻ ഡയറക്റ്റായിട്ട് പറയാണ് കേട്ടോ, വേറെ ഒന്നും ഞാൻ ബേസ് ആയിട്ടൊന്നും പറയുന്നില്ല. നോക്കൂ, സിമ്പിൾ പ്രസൻറ്റ് ആണ് നമുക്ക് തന്നിട്ടുള്ള സെൻറ്റൻസ് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് എന്ന് നോക്കിയില്ല, അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് നോക്കിയാൽ മതി. ഡുവോ ഡസ്സോ ചേർന്നിട്ടുള്ള സെൻറ്റൻസ് ആണെന്നുണ്ടെങ്കിൽ നമ്മളത് ആക്കേണ്ടത് ഡിഡ് ഫോമിലോട്ടാണ് ആക്കേണ്ടത്. ഓക്കെ, ഇത് നിങ്ങൾ അറിഞ്ഞേ പറ്റുള്ളൂ കേട്ടോ. അതായത് നമ്മൾ പറയുമ്പോൾ സിമ്പിൾ പ്രസൻറ്റ് ആണെങ്കിൽ സിമ്പിൾ പാസ്റ്റിലോട്ട് ആക്കണം എന്ന് പറയാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ ഡുവോ ഡസ് ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഡിഡിലോട്ട് ആക്കണം. ഡു ഡസ് പ്ലസ് വെർബിൻ്റെ ഫസ്റ്റ് ഫോം ആയിരിക്കും, അതിന് നമ്മൾ ഡിഡ് പ്ലസ് V2 ഫോമായിട്ട് മാറ്റണം എന്നുള്ളൊരു കാര്യം. ഇത് ഒരു റൂളാണ്, അത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഡു ഡസ് ആണെങ്കിൽ ഡിഡ് ആക്കണം. ഓക്കെ, ഇനി അതുപോലെ പ്രസൻറ്റ് കണ്ടിന്യൂസ്, അതിനെയാണ് നമ്മൾ ആം ഈസ് ആർ പ്ലസ് വെർബ് പ്ലസ് ING എന്ന് പറയുന്നത്. ഓക്കെ, സോ അതിനെ നമ്മൾ എന്താണ് വാസ് ഓർ വെയർ പ്ലസ് വെർബ് പ്ലസ് ING ഫോമിലോട്ടാണ് ആക്കേണ്ടത്. നമുക്ക് പറയുമ്പോൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ അതിനെ പാസ്റ്റ് കണ്ടിന്യൂസ് ആക്കി മാറ്റണം എന്ന് പറയാം. ഓക്കെ, അതായത് ആം ഈസ് ആർ ആണെന്നുണ്ടെങ്കിൽ വാസ് ഓർ വെയർ പ്ലസ് ആ രീതിയിൽ നമ്മൾ ആക്കേണ്ടത്. ഓക്കെ, ഇനി പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ, പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ് തന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ് ആക്കണം എന്ന് പറയുമ്പോൾ ഹാസ് ഓർ ഹാവ് പ്ലസ് V3 എന്നുള്ളൊരു ഫോർമാറ്റിലാണ് നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ എന്നുണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതെങ്ങനെ പോകും? ഹാഡ് പ്ലസ് V3 എന്നുള്ള ലെവലിലായിരിക്കും പോകുന്നുണ്ടാവുക. മനസ്സിലായോ ഈ ഒരു കാര്യം? ഓക്കെ, അപ്പം നമ്മൾ എന്താ പറഞ്ഞത്, നിങ്ങൾക്കിപ്പോൾ ഈ പേരുകളൊന്നും നിങ്ങൾ പഠിക്കേണ്ട, നിങ്ങൾ ഈ ഒരു കാര്യം ഒന്ന് ഓർത്ത് വെച്ചേച്ചാൽ മതി കേട്ടോ. നമുക്ക് ഡു ഓർ ഡസ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിഡിലോട്ട് മാറ്റുക. ആം ഈസ് ആർ പ്ലസ് വെർബ് പ്ലസ് ING ആണെങ്കിൽ വാസ് ഓർ വെയർ പ്ലസ് വെർബ് പ്ലസ് INGലോട്ട് ആക്കുക. ഹാസ് ഓർ ഹാവ് പ്ലസ് V3 ആണെന്നുണ്ടെങ്കിൽ ഹാഡ് പ്ലസ് V3 ആക്കി മാറ്റുക. ഇത് ഇങ്ങനെ നിങ്ങളൊന്ന് പഠിച്ചു വെച്ചേക്കൂ കേട്ടോ. അതാകുമ്പോൾ നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് ഓർത്തിരിക്കാൻ പറ്റും. ഇനി ഈ PPC എന്നിട്ടുള്ളത് ഞാൻ ഷോർട്ടായിട്ട് എഴുതിയിരിക്കുകയാണ് കേട്ടോ. അതായത് വേറെ ഒന്നുമില്ല, നമ്മുടെ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണത്. ഓക്കെ, ഏതാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്? അതിൻ്റെ ഫോർമാറ്റ് നോക്കൂ, ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ING എന്നുള്ള ലെവലിലാണ് വരുന്നത്. അത് നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആയിട്ടാണ് മാറുന്നത്. ഓക്കെ, എന്താണ് പാസ്റ്റ് പെർഫെക്റ്റ്? ഓക്കെ, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആയിട്ടാണ് മാറുന്നത്. ഹാഡ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ING എന്നുള്ള നിലയ്ക്കാണ് പോകുന്നുണ്ടാവുക. ഈ 4 കാര്യങ്ങളും പഠിച്ചോ? ഓക്കെ, ഇപ്പം തന്നെ നിങ്ങൾ പഠിച്ചോളൂ. കാരണം ഇത് പിന്നത്തേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മടി പിടിക്കും, ഇത് പാടായിട്ട് തോന്നും. അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന മുറയ്ക്ക് തന്നെ നിങ്ങൾ പഠിച്ചു വരിക. നമ്മൾ 4 എണ്ണം പറഞ്ഞു, നിങ്ങളൊന്ന് പഠിച്ചേക്കൂ. നമുക്ക് ഡു ഡസ് ചേർന്ന ഫോം ആണെന്നുണ്ടെങ്കിൽ നമ്മളത് ഡിഡാക്കി മാറ്റണം. ഓക്കെ, പാസ്റ്റ് ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നമുക്ക് ഡു ഡസ് ആണെങ്കിൽ ഡിഡ് ആക്കുക. ആം ഈസ് ആർ പ്ലസ് വെർബ് പ്ലസ് ING ആണെങ്കിൽ വാസ് ഓർ വെയർ പ്ലസ് വെർബ് പ്ലസ് INGലോട്ട് മാറ്റണം. ഓക്കെ, ഇനി ഹാസ് ഓർ ഹാവ് പ്ലസ് V3 ആണെന്നുണ്ടെങ്കിൽ ഹാഡ് പ്ലസ് V3ലോട്ടാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആൻസർ എഴുതേണ്ടത്. മനസ്സിലായോ? ഇനി അടുത്ത ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ വരികയാണ്. ബീൻ പ്ലസ് വെർബ് പ്ലസ് ING ആണെന്നുണ്ടെങ്കിൽ
സിമ്പിളായിട്ട് എന്താ ഹാഡ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ഐ എൻ ജി ആയിട്ട് മാറ്റണം. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? നിങ്ങൾക്കിപ്പോൾ എനിക്ക് തോന്നുന്നു ഈ വാക്കുകൾ സിമ്പിൾ പ്രസൻറ്റ് പാസ്റ്റ് ആവും എന്നൊക്കെ പഠിക്കുന്നതിനേക്കാളും ഈ ഒരു ഫോർമാറ്റ് നിങ്ങൾ പഠിച്ചു വെക്കുന്നതായിരിക്കും ബെറ്റർ ആയിരിക്കും. മീൻസ് പെട്ടെന്ന് അതായിരിക്കും നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവുക. അങ്ങനെ നിങ്ങളൊന്ന് എഴുതിയെടുത്ത് വച്ചേക്കൂ. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനും പറ്റും. ഡു ഡസ് ആണെങ്കിൽ ഡിഡ്, ആം ഈസ് ആർ പ്ലസ് വെർബ് പ്ലസ് ഐ എൻ ജി ആണെങ്കിൽ വാസ് ഓർ വെയർ ആണ് വരിക. പിന്നെ ഐ എൻ ജി ഫോം കൂടി വരും. പിന്നെ ഹാസ് ഓർ ഹാവ് പ്ലസ് വി ത്രീ ആണെങ്കിൽ ഹാഡ് പ്ലസ് വി ത്രീ, ഹാസ് ഹാവ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ഐ എൻ ജി ആണെങ്കിൽ ഹാഡ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ഐ എൻ ജി. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് പാസ്റ്റിൻ്റെ കാര്യത്തിലോട്ട് വരാം. അവിടെ നോക്കൂ, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഞാൻ അന്നേരം പഠിച്ച ടൈമിൽ ഞാനിത് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അത് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ്. നോക്കൂ, ഇത് നമ്മുടെ സിമ്പിൾ പാസ്റ്റ് ആണ്. ഓക്കെ, സിമ്പിൾ പാസ്റ്റ് മീൻസ് ഡിഡ് പ്ലസ് വി ടു എന്ന് പറയുന്ന ആ ഒരു ഫോമാണ്. ഡിഡ് പ്ലസ് വി ടു എന്ന് പറയുന്ന ഫോമാണ് വി ടു കേട്ടോ. വി ടു എന്ന് പറയുന്ന ഫോമാണ്. ഇത് നോക്കൂ, പാസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് മാറുക. ഇതെന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്? കാരണം നമുക്ക് കൂടുതലും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നത് ഈ ഒരു റൂൾ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക. കാരണം ഇത് പെട്ടെന്ന് നമുക്ക് കൺഫ്യൂസ്ഡ് ആയി പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ടാണ് നോക്കൂ, ഡിഡ് പ്ലസ് വി ടു എന്ന് പറഞ്ഞിട്ടാണ് ക്വസ്റ്റ്യനിൽ തരുന്നത്. നമുക്ക് റിപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ആക്കണം? ഹാഡ് പ്ലസ് വി ത്രീ ആണ് ആക്കേണ്ടത്. ഇതെല്ലാവരും ഒന്ന് പഠിച്ചു വെക്കണം കേട്ടോ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് പെട്ടെന്ന് അത് ഓർക്കത്തുമില്ല. അതുകൊണ്ടാണ് പറയുന്നത്. ഡിഡ് പ്ലസ് വി ടു എന്നുള്ള ലെവലിലാണ് തന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഹാഡ് പ്ലസ് വി ത്രീ ആക്കി മാറ്റണം. സംഭവം ഇതാണ്. സിമ്പിൾ പാസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ് ആക്കി മാറ്റണം എന്നുള്ളൊരു റൂളാണ് വരുന്നത്. നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ പറയാം, ഡിഡ് പ്ലസ് വി ടു ആണ് നമുക്ക് തന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്താക്കി മാറ്റണം? ഹാഡ് പ്ലസ് വി ത്രീ ആക്കി മാറ്റണം. ഓക്കെ, വി ത്രീ ആക്കി തന്നെ അവിടെ എഴുതണം കേട്ടോ. ഇനി നോക്കൂ, അടുത്ത വാസ് ഓർ വെയർ പ്ലസ് വെർബ് പ്ലസ് ഐ എൻ ജി, ദറ്റ് ഈസ് പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. വാസ് ഓർ വെയർ പ്ലസ് വെർബ് പ്ലസ് ഐ എൻ ജി, അതിനെ നമ്മൾ എന്താക്കി മാറ്റണമെന്ന് അറിയോ? ഹാഡ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ഐ എൻ ജി ആക്കിയാണ് മാറ്റേണ്ടത്. ഓക്കെ, പാസ്റ്റ് കണ്ടിന്യൂസ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് മാറണം. ഇത് നിങ്ങൾക്ക് പ്രയാസമാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഇത് പഠിക്കാണ്ട് പോകരുത് കേട്ടോ. ഈ ഒരു ഫോർമാറ്റ്, ഈ അഞ്ചാമത് എഴുതിയിരിക്കുന്ന കാര്യം നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ഇപ്പോൾ ഇത് നിങ്ങളൊന്ന് നോക്കി വെച്ചേക്കൂ. ഈ ആറാമത്തതും വാസ് ഓർ വെയർ പ്ലസ് വെർബ് പ്ലസ് ഐ എൻ ജി ആണെങ്കിൽ ഹാഡ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ഐ എൻ ജി ആണ് വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഇപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റിൽ ചോദിക്കുകയാണ്. ഹാഡ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ഐ എൻ ജി, അത് ഹാഡ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ഐ എൻ ജി തന്നെ വരും. പാസ്റ്റ് പെർഫെക്റ്റ് ആണെങ്കിൽ ഹാഡ് പ്ലസ് വി ത്രീ, ഹാഡ് പ്ലസ് വി ത്രീ ആയിട്ട് തന്നെ എഴുതാം. ഓക്കെ, അതൊന്നും നിങ്ങൾ നോക്കണ്ട. നമുക്ക് കൂടുതലായിട്ടും ചോദിക്കുന്നത് ഈ ഒരു ആദ്യം എഴുതിയിരിക്കുന്ന ഇത്രയും ഈ ഒരു 5 കാര്യങ്ങളിൽ നിന്നാണ് നമുക്ക് നിങ്ങൾ മസ്റ്റായിട്ടും പഠിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് കേട്ടോ. ദറ്റ് ഈസ് ഞാൻ ഒന്നുകൂടി ഒന്ന് പറയാണ്. നോക്കൂ, ഡു ഡസ് വന്നു കഴിഞ്ഞാൽ ഡിഡ് പ്ലസ് വി ടു ആയിട്ട് നമ്മൾ മാറ്റണം. ഓക്കെ ആണല്ലോ. ഇനി ആം ഈസ് ആർ പ്ലസ് വെർബ് പ്ലസ് ഐ എൻ ജി ആണെങ്കിൽ വാസ് ഓർ വെയർ പ്ലസ് വെർബ് പ്ലസ് ഐ എൻ ജി ആയിട്ട് മാറ്റണം. ഹാസ് ഓർ ഹാവ് പ്ലസ് വി ത്രീ ആണെന്നുണ്ടെങ്കിൽ ഹാഡ് പ്ലസ് വി ത്രീ ആയിട്ട് മാറ്റണം. ക്ലിയർ ആണോ? ഹാസ് ഹാവ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ഐ എൻ ജി ആണെന്നുണ്ടെങ്കിൽ ഹാഡ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ഐ എൻ ജി ആക്കി മാറ്റണം. ഇനി ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ഡിഡ് പ്ലസ് വി ടു ആയിട്ടാണ് തന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഹാഡ് പ്ലസ് വി ത്രീ ആക്കി മാറ്റണം. വാസ് ഓർ വെയർ പ്ലസ് വെർബ് പ്ലസ് ഐ എൻ ജി ആണെന്നുണ്ടെങ്കിൽ ഹാഡ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ഐ എൻ ജി ആക്കി മാറ്റണം. ഓക്കെ ആണല്ലോ. ഇത് നിങ്ങളെല്ലാവരും പഠിക്കുക. എനിക്കറിയാം ഇത് ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യും, പ്രത്യേകിച്ച് ഇതിനെക്കുറിച്ച് ഒരു ധാരണയില്ലാത്ത ആൾക്കാർക്ക്. ഓക്കെ, എനിക്കും അങ്ങനെയായിരുന്നു. പഠിച്ച ടൈമിൽ ഇത് നമുക്ക് ഭയങ്കര എനിക്ക് എന്താ പറയുക, എനിക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഞാൻ ഒരുപാട് പ്രാക്ടീസ് ചെയ്താണ് എന്ത് ചെയ്യുന്നത്, അവസാനത്തെ എക്സാമിനൊക്കെ ആയപ്പോൾ നന്നായിട്ട് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എനിക്കറിയാം എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ ഗ്രാമറൊക്കെ പഠിക്കുമ്പോൾ. പിന്നെ ഇതൊക്കെ എൻജോയ് ചെയ്ത് പഠിക്കുന്നവരുണ്ട്, അവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. അവർക്ക് എങ്ങനെ ചോദിച്ചാലും ആൻസർ ചെയ്യാൻ പറ്റുന്ന പിള്ളേരുണ്ട്. ഓക്കെ, അതൊക്കെ ഓരോരുത്തരുടെ അനുസരിച്ച് ഡിഫറൻസ് ആയിട്ട് വരും. പക്ഷേ എന്നാലും കൂടുതൽ പേർക്കും ഇത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് ഫീൽ ചെയ്യും. പക്ഷേ ഇതെന്താണ്, നമ്മൾ പ്രാക്ടീസ് ചെയ്യുക, നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. അപ്പോൾ നമുക്ക് ക്ലിയർ ആവും കേട്ടോ. ഓക്കെ, പെട്ടെന്ന് ഇതൊക്കെ നിങ്ങൾ കാണുമ്പോൾ എന്തോ പോലെ തോന്നും. പക്ഷെ നിങ്ങൾ പഠിച്ചു നോക്കൂ, കുറച്ചെങ്കിലും ഒന്ന് പഠിച്ചിട്ട് പോകൂ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് അടുത്തടുത്ത എക്സാമുകളിലൂടെ നമുക്ക് ഗ്രാജുവലി ആണ് നമുക്കിതൊക്കെ ഇമ്പ്രൂവ് ആക്കി എടുക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഇന്ന് ഞാൻ പഠിച്ചു നാളെ എനിക്കത് ഫുള്ളായിട്ട് സെറ്റ് ആവുമെന്നൊന്നുമല്ല. ഓക്കെ, നമുക്ക് ഗ്രാജുവലി പ്രാക്ടീസിലൂടെ മാത്രമേ നമുക്ക് ഗ്രാമർ പോർഷൻസ് ഒക്കെ മാർക്ക് കൂട്ടി കൊണ്ടുവരാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഫോർമാറ്റ് എല്ലാം കൃത്യമായിട്ട് എന്ത് ചെയ്യുക, നോക്കിയിട്ട് പോവുക. ഡു ഡസ് ഡിഡ്, ആം ഈസ് ആർ പ്ലസ് വെർബ് പ്ലസ് ഐ എൻ ജി, വാസ് ഓർ വെയർ പ്ലസ് വെർബ് പ്ലസ് ഐ എൻ ജി, ഹാസ് ഹാവ് പ്ലസ് വി ത്രീ, ഹാഡ് പ്ലസ് വി ത്രീ, ഹാസ് ഹാവ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ഐ എൻ ജി, ഹാഡ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ഐ എൻ ജി, ഡിഡ് പ്ലസ് വി ടു വളരെ ഇമ്പോർട്ടൻറ്റ്, ഹാഡ് പ്ലസ് വി ത്രീ ആയിട്ട് മാറുന്നു. വാസ് ഓർ വെയർ പ്ലസ് വെർബ് പ്ലസ് ഐ എൻ ജി, ഹാഡ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ഐ എൻ ജി ആയിട്ട് മാറുന്നു. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലേ? പിന്നെ എനിക്ക് തോന്നുന്നു ടെൻസൊക്കെ പഠിച്ചിട്ടുള്ളവർക്ക് ഇത് കുറേ കൂടി ഈസി ആയിരിക്കും, ടെൻസൊക്കെ നന്നായിട്ട് അറിയാമെന്നുള്ളവർക്ക് കേട്ടോ.
എനിവേ നോക്കൂ, ഇനി നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ, നമ്മുടെ ഫോർമാറ്റ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഇത്രയും പഠിച്ചാൽ മതി. ആദ്യം കാണിച്ച ആ ഒരു ഈ സംഭവം ഉണ്ടല്ലോ, ഇത് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. ഇത് അനുസരിച്ച് നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ എഴുതാൻ പറ്റുള്ളൂ. ഇതും നമുക്ക് വേണം. അത് മാത്രമല്ല നമ്മൾ നേരത്തെ പഠിച്ചത് ഈ ഇവിടുത്തെ ഫോർമാറ്റ് നമുക്ക് വേണം, എങ്കിലേ നമുക്ക് ആൻസർ എഴുതാൻ പറ്റുള്ളൂ. നമുക്ക് നോക്കാം. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയോ, നിങ്ങൾ ആദ്യം ഫോർമാറ്റൊക്കെ പഠിക്കുക, എന്നിട്ട് വന്ന് വേണം ഈ എക്സാമ്പിൾസ് കൂടി കാണാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തോ പോലെ തോന്നും. ഓക്കെ, ഒരു കാര്യം നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്ത ടൈമിൽ പറയാനായിട്ട് വിട്ടുപോയി. വേറെ ഒന്നുമല്ല, ഇപ്പോൾ ഫ്യൂച്ചർ ടെൻസിലാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നതെന്നുണ്ടെങ്കിൽ, മീൻസ് വില്ലോ ഷാളോ ഒക്കെ ചേർത്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിന് വേറെ ഒരു മാറ്റവും സംഭവിക്കില്ല. ഒറ്റ മാറ്റേ ഉള്ളൂ, ഈ വില്ലും ഷാളും ഒക്കെ വുഡും ഷുഡുമായിട്ട് മാറും. ആ ഒരു മാറ്റേ അതിനകത്ത് വരുള്ളൂ. അവിടെ നമ്മൾ വില്ലും ഷാളും എന്ന് ക്വസ്റ്റ്യനിൽ കണ്ട പോലെ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൊട്ട തെറ്റായി പോകും. അതുകൊണ്ട് തന്നെ വില്ലും ഷാളും വന്ന് അവിടെ വുഡും ഷുഡും ആക്കി മാറ്റി ആൻസർ എഴുതിയാൽ മതി കേട്ടോ. അത് ഫ്യൂച്ചറിൻ്റെ കാര്യമാണ്. സോ അതെന്ത് ചെയ്യുക, അതൊന്ന് നോക്കുക. അങ്ങനെയും ഇടയ്ക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. നോക്കൂ, എക്സാമ്പിൾസ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത് ആദ്യം സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ടുള്ള ഒരു എക്സാമ്പിളാണ്. നോക്കൂ, അമൽ സെഡ് ഐ ആം ഇൽ നൗ. ഇങ്ങനൊരു സെൻറ്റൻസ് ആണ് നമുക്ക് വരുന്നതെന്ന് വെച്ചോ. ഓക്കെ, അമൽ പറയാണ് ഐ ആം ഇൽ നൗ, എനിക്കിപ്പോൾ അസുഖമാണെന്ന് അമൽ പറയാണ്. ഓക്കെ, ജസ്റ്റ് ഇതൊരു സ്റ്റേറ്റ്മെൻറ്റ് സെൻറ്റൻസ് ആണ്. സബ്ജക്റ്റും വെർബും ഒബ്ജക്റ്റും വരുന്ന സിമ്പിളായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് സെൻറ്റൻസ് ആണിത്. ഓക്കെ, നമുക്കതെങ്ങനെ റിപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ നോക്കാം. നമ്മൾ ഇത് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങും. നമുക്ക് ഇതും വേണം, നമ്മൾ നേരത്തെ പറഞ്ഞ ഫോർമാറ്റ് ഉണ്ടല്ലോ അതും വേണം. അത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് ആൻസർ എഴുതാൻ പറ്റുള്ളൂ. നോക്കൂ, അമൽ സെഡ് ഐ ആം ഇൽ നൗ. അതിൽ നമുക്ക് ആദ്യം തന്നെ അമൽ സെഡ് എന്നുള്ളത് നമുക്ക് അതുപോലെ കൊടുക്കാം. ഓക്കെ, അമൽ സെഡ്. ദെൻ നമുക്ക് നോക്കാം ഇത് ഏത് സെൻറ്റൻസ് ആണെന്നാണ് നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. മനസ്സിലായോ? ഐ ആം ഇൽ നൗ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതൊരു സ്റ്റേറ്റ്മെൻറ്റ് സെൻറ്റൻസ് ആണ്. നമുക്ക് ക്വസ്റ്റ്യനിൽ ഒരിക്കലും ഇത് സ്റ്റേറ്റ്മെൻറ്റ് ആണോ WH ക്വസ്റ്റ്യൻ ആണോ എന്നൊന്നും തരത്തില്ല. നമ്മൾ എന്നെ വേണമെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അതുകൊണ്ട് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, ഇങ്ങനെ റിപ്പോർട്ടഡ് സ്പീച്ചിന് ഒരു ക്വസ്റ്റ്യൻ കിട്ടി ആദ്യം ചെയ്യേണ്ടത് അത് ഏത് ടൈപ്പ് സെൻറ്റൻസ് ആണെന്നുള്ളത്, നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുള്ള ഏത് ടൈപ്പ് സെൻറ്റൻസ് ആണെന്നുള്ളത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, എവിടെ നമുക്ക് മനസ്സിലായി ഇത് സ്റ്റേറ്റ്മെൻറ്റ് ആണ് എന്നുള്ളത്. ഓക്കെ, അപ്പം പിന്നെ നമ്മൾ ആലോചിക്കേണ്ടത് സ്റ്റേറ്റ്മെൻറ്റ് ആണെങ്കിൽ ഞാൻ ഏത് കണക്റ്റിംഗ് വേർഡ് യൂസ് ചെയ്യണം. നമ്മൾ ആദ്യം പഠിച്ചിട്ടുണ്ടല്ലോ, എഴുതി വെച്ചിട്ടുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് യൂസ് ചെയ്യാം എന്നുള്ളത്. അപ്പോൾ അതാ അമൽ സെഡ്, ഇത് സ്റ്റേറ്റ്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ ദാറ്റ് നമുക്ക് യൂസ് ചെയ്യാം. അമൽ സെഡ് ദാറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയും നമ്മൾ എഴുതി കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് ബാക്കിയുള്ളത് ഫിൽ ചെയ്യാനാണ് നമ്മൾ നേരത്തെ പഠിച്ച റൂൾസ് ആപ്ലിക്കേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഇത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇതെന്താണ്, ഇതൊരു പ്രസൻറ്റിൽ പറഞ്ഞിട്ടുള്ള ഒരു സെൻറ്റൻസ് ആണ് ഐ ആം ഇൽ നൗ എന്ന് പറയുന്നത്. സോ നമുക്കത് പാസ്റ്റിലോട്ടാണ് അത് മാറ്റേണ്ടത്. അപ്പം നമ്മൾ എന്താക്കും, അമൽ സെഡ് ദാറ്റ് ഹി വാസ് അവിടെ ചേർക്കും ആമിന് പകരം. ഹി വാസ് ഇൽ ദെൻ. ഓക്കെ, ഈ ദെൻ എന്നുള്ളത് എന്താണെന്നറിയൂ, ഈ നൗ എന്ന് പറയുന്ന വേർഡ് ദെൻ ആയിട്ട് മാറുന്നതാണ്. ഇങ്ങനെ കുറച്ചൊരു എക്സംഷൻസ് ഉണ്ട്. അതായത് ചില വാക്കുകൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നേരെ തിരിച്ച് പറയും. അങ്ങനെയുള്ള വേർഡ്സ് ഞാൻ ലാസ്റ്റ് നമ്മളെ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കാം കേട്ടോ. ഓക്കെ, അപ്പം ഇപ്പോൾ ഇതാ ഈ നൗ എന്നുള്ളത് ദെൻ ആയിട്ടാണ് അവിടെ എഴുതേണ്ടത്. ഓക്കെ, സോ എന്തായാലും നോക്കൂ, ഇപ്പം മനസ്സിലായോ? നോക്കൂ, അമൽ സെഡ് ദാറ്റ് നമ്മൾ ആദ്യം എന്താ ചെയ്തേ, ഞാനത് ആദ്യം മുതലേ പറഞ്ഞു വരാം. ഇത് ഏത് സെൻറ്റൻസ് ആണെന്നുള്ള ഐഡൻറ്റിഫൈ ചെയ്ത് സ്റ്റേറ്റ്മെൻറ്റ് ആണെന്ന് മനസ്സിലായി. അപ്പോൾ അമൽ സെഡ് അതുപോലെ കൊടുത്തു. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ആയതുകൊണ്ട് ദാറ്റ് നമുക്ക് കണക്റ്റിംഗ് വേർഡായിട്ട് യൂസ് ചെയ്യാം. ഇത് പ്രസൻറ്റ് ആയതുകൊണ്ട് പാസ്റ്റിൽ എഴുതി ഹി വാസ് ഇൽ ദെൻ എന്നുള്ളത് നൗ ദെൻ ആയിട്ട് മാറുകയും ചെയ്തു. ഓക്കെ, അങ്ങനെയുള്ള വാക്കുകളുടെ ഒരു കാര്യം മീൻസ് അത് ഞാനൊന്ന് റൗണ്ട് ചെയ്ത് വെക്കാം. നൗ ആണ് ഇവിടെ ദെൻ ആയിട്ട് മാറിയത്. ഓക്കെ, ഇനി നോക്കൂ, നമുക്ക് വരുന്നത് അടുത്ത് ഒരു എന്താണ്, നമ്മുടെ ഓക്സിലറി വെർബ് ക്വസ്റ്റ്യൻ ആണ്. അങ്കിൾ സെഡ് ഡിഡ് യു വാച്ച്ഡ്. ഇത് മറ്റേ പ്രേമലു എന്നാണ്. ഞാൻ പ്രേമലു ഇറങ്ങിയ ടൈമിലാണ് ഈ നോട്ട് പ്രിപ്പയർ ചെയ്തത്. അതാണ് ഞാൻ അവിടെ അത് എഴുതി വെച്ചത്. ഓക്കെ, അപ്പം ഏതെങ്കിലും ഒരു മൂവി, ഞാനിപ്പോൾ എക്സാമ്പിൾ ഡിഡ് യു വാച്ച്ഡ് പ്രേമലു, നീ പ്രേമലു സിനിമ കണ്ടോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്താ കണ്ടോ, ഇതിന് എസ് അല്ലെങ്കിൽ നോ എന്ന് മാത്രമേ നമുക്കിവിടെ ആൻസർ പറയാൻ പറ്റൂ. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇതൊരു ഓക്സിലറി വെർബ് അല്ലെങ്കിൽ എസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏത് കണക്റ്റിംഗ് വേർഡാണ് യൂസ് ചെയ്യേണ്ടത്, ഇഫ് അല്ലെങ്കിൽ വെദർ നമുക്ക് യൂസ് ചെയ്യാം. അപ്പം നമുക്ക് എങ്ങനെ പറയാം, അങ്കിൾ. ഇപ്പോൾ ഒരു ചോദ്യമാണല്ലോ ഇത്, ഡിഡ് യു വാച്ച്ഡ് പ്രേമലു എന്ന് പറയുമ്പോൾ. അപ്പം നമുക്കതിന് സെഡ് എന്നല്ല പറയേണ്ടത്, ആസ്ക്ഡ് എന്നാണ് നമ്മൾ പറയേണ്ടത്. മീൻസ് ചോദിച്ചു എന്നുള്ള അർത്ഥത്തിൽ. അങ്കിൾ ആസ്ക്ഡ് എന്താണ്, പിന്നെ നമ്മൾ കണക്റ്റിംഗ് വേർഡ് യൂസ് ചെയ്യാം, ഇഫ്. ഞാൻ എപ്പോഴും 10ാം ക്ലാസ് മുതൽ ഞാൻ എല്ലാ എക്സാമിനും എഴുതുന്നത് ഇഫാണ് കേട്ടോ. കാരണം ഇപ്പോൾ വെതറൊക്കെ ആണെങ്കിൽ നമുക്ക് ചിലപ്പോൾ സ്പെല്ലിംഗ് ഒക്കെ തെറ്റുമെന്നൊരു പേടി വരാമല്ലോ. അപ്പോൾ ഇഫ് ആകുമ്പോൾ നമുക്ക് അങ്ങനെയൊന്നും പേടിക്കേണ്ട. പക്ഷേ വെതർ എഴുതാൻ അറിയുന്നുള്ളവർക്ക് അങ്ങനെ എഴുതാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെയ്യാം. ഞാനിവിടെ ഇഫാണ് എടുത്തിട്ടുള്ളത്, അങ്കിൾ ആസ്ക്ഡ് ഇഫ്. ഇഫ്. ഇനി നമ്മൾ ശ്രദ്ധിക്കാം, ഇത് ഏത് ഫോർമാറ്റിലാണ് കൊടുത്തിട്ടുള്ളത്, നമ്മൾ പഠിച്ച ഏത് റൂളുമായിട്ടാണ് ഇത് ബന്ധപ്പെട്ട് കിടക്കുന്നതെന്ന് നോക്കിക്കേ. ഡിഡ് വന്നിട്ടുണ്ട്, പിന്നെന്താ വാച്ച്ഡ് എന്നാണ് വന്നിട്ടുള്ളത്. സോ എന്ന് പറയുമ്പോൾ ഡിഡ് പ്ലസ്
V2 ഫോമാണ് ഇവിടെ വന്നിട്ടുള്ളത് എന്ന് പറയുമ്പോൾ സിമ്പിൾ പാസ്റ്റ് ആണ് ഇവിടെ വന്നിട്ടുള്ളത് ഡിഡ് പ്ലസ് V2. അപ്പോൾ നമ്മൾ പഠിച്ചതാണ് ഡിഡ് പ്ലസ് V2 വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ എന്തിലോട്ടാക്കണം, ഹാഡ് പ്ലസ് V3 ആക്കണമെന്ന് നമ്മൾ പഠിച്ചു. ഈ ഒരു ഇതിൽ നമ്മൾ കണ്ടതാണ്. ഈ വെരി ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടില്ലേ, ഡിഡ് പ്ലസ് V2 വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ട് എന്തിലോട്ട് മാറ്റിയിരിക്കണം, ഹാഡ് പ്ലസ് V3 നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ മാറ്റേണ്ടത് എന്നുള്ളൊരു കാര്യം നമുക്ക് അറിയാമെന്നുള്ള കാര്യമാണ്. സോ നമുക്ക് നോക്കൂ, ആസ്ക്ഡ് ഇഫ് നോക്കൂ, നമ്മൾ യു എന്നുള്ളതാണ് ഹി എന്നുള്ളത് ആക്കിയിട്ടുള്ളത്. ഇഫ് ഹി ഹാഡ് വാച്ച്ഡ് പ്രേമലു എന്നുള്ള രീതിയിലാക്കി, ഹാഡ് വാച്ച്ഡ് ആയിട്ട് മാറി. ഓക്കെ, ഇഫ് ഹി ഹാഡ് വാച്ച്ഡ് പ്രേമലു എന്നുള്ള രീതിയിലാക്കി മാറ്റിയിട്ടുണ്ട്. മനസ്സിലായോ? ആസ്ക്ഡ് ഇഫ് വന്നത് നമുക്ക് ഈ കണക്റ്റിംഗ് വേർഡ് എന്നുള്ള ഇതാണ് ഇഫ് നമ്മൾ കൊടുത്തത്. പിന്നെ ഹി എന്നുള്ളത് യു ആണ്, സബ്ജക്റ്റ് ആണ്, നമ്മൾ ഹി ആയിട്ട് മാറുന്നത്. നീ എന്ന് പിന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ പറയണ്ടല്ലോ, അവൻ അല്ലെങ്കിൽ അവളെന്നായിരിക്കും. ഇപ്പം അവൻ എന്ന് പറഞ്ഞാൽ മതിയല്ലോ. സോ അതുകൊണ്ട് ഹി നമ്മൾ കൊടുത്തു. ഇഫ് ഹി, പിന്നെ ഹാഡ് എവിടെ നിന്ന് വന്നു, നമ്മൾ ആ റൂൾ അനുസരിച്ചാണ് വരുന്നത്. കാരണം ഡിഡ് പ്ലസ് V2 വന്നുകൊണ്ടാണ് ഹാഡ് പ്ലസ് V3 വരുന്നത്. ഹാഡ് വാച്ച്ഡ് എന്നുള്ളത് V3 ഫോമാണ് കേട്ടോ. സോ അതുകൊണ്ട് തന്നെ ഹാഡ് വാച്ച്ഡ് പ്രേമലു എന്നുള്ള രീതിയിൽ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് WH ക്വസ്റ്റ്യൻ നോക്കാം. നയന, വേർ ആർ യു ഗോയിങ്? ഓക്കെ, നീ എവിടേക്കാണ് പോകുന്നത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. ദറ്റ് ഇസ് ഇത് കണ്ടോ, ക്വസ്റ്റ്യൻ വേർഡ് വന്നിട്ടുണ്ട്, ക്വസ്റ്റ്യൻ മാർക്കൊക്കെ വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്കിത് ക്വസ്റ്റ്യൻ വേർഡ് ആണെന്ന് മീൻസ് WH ക്വസ്റ്റ്യൻ ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്കറിയാം അതിൻ്റെ കണക്റ്റിംഗ് വേർഡ് അതേ ക്വസ്റ്റ്യൻ വേർഡ് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്, നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കി നോക്കാം. നയന ആസ്ക്ഡ് എന്ന് തന്നെയാണ് വരുന്നത്. ഇപ്പോൾ മായ, അത് ഇപ്പം പേര് എന്താ പറയുക കൊടുക്കാം, അത് കുഴപ്പമില്ല. നയന ആസ്ക്ഡ് എന്ന് പറഞ്ഞാലും മതി. നയന ആസ്ക്ഡ് വേർ, ഇത് കണ്ടോ, ഈ ക്വസ്റ്റ്യൻ വേർഡ് എവിടെ കണ്ടില്ലേ, ഈ ക്വസ്റ്റ്യൻ വേർഡ് നമ്മൾ അതുപോലെ തന്നെ എവിടെ കൊടുത്തു കേട്ടോ. നയന ആസ്ക്ഡ് വേർ ഷീ വാസ് ഗോയിങ് എന്നുള്ള രീതിയിലാണ് മാറുന്നത്. കാരണം എവിടെ ആർ പ്ലസ് ING ഫോമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്തിലോട്ട് മാറ്റും, വാസ് മീൻസ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ആമീസ് ആർ പ്ലസ് വെർബ് പ്ലസ് ING ഫോം വരികയാണെന്നുണ്ടെങ്കിൽ വാസ് ഓർ വേർ പ്ലസ് വെർബ് പ്ലസ് ING ഫോമാണ് കൊടുക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ ക്വസ്റ്റ്യനിൽ ഇതാ ആർ പ്ലസ് വെർബിൻ്റെ ING ഫോം വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് കൊടുത്തു, ആൻസർ എഴുതിയപ്പോൾ നമ്മൾ എന്ത് കൊടുത്തു, വാസ് കൊടുത്തു, പിന്നെന്താണ് ING ഫോമും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എവിടെ നിങ്ങൾക്ക് വേറൊരു ഡൗട്ട് വരുന്ന ഒരു ഡൗട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ആമീസ് ആർ വരുമ്പോൾ, ഞാൻ ഇവിടെ ഒന്നുകൂടി എഴുതാം, ആം അല്ലെങ്കിൽ ഈസ് അല്ലെങ്കിൽ ആറ് വരുമ്പോൾ ആറിനോടൊപ്പം ING ഫോം കൂടി വരണം. എങ്കിൽ നമ്മളത് മാറ്റുന്നത് വാസ് അല്ലെങ്കിൽ വേർ ആണ് എന്ന് നമ്മൾ പറഞ്ഞു. വാസ് അല്ലെങ്കിൽ വേർ പ്ലസ് ING ഫോമാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നോക്കൂ, ഈ വാസ് നമ്മൾ കൊടുത്തു, എന്തുകൊണ്ടാണ് വേറെ കൊടുക്കാത്തത് എന്നുള്ളൊരു ഡൗട്ട് മേ ബി നിങ്ങൾക്ക് വന്നേക്കാം ചിലർക്കെങ്കിലും. ഓക്കെ, നിങ്ങൾക്ക് മാക്സിമം എല്ലാവർക്കും അറിയായിരിക്കും. നോക്കൂ, എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഷീ എന്ന് പറയുന്നത് അത് സിംഗുലറാണ്, ഒറ്റ കുട്ടിയല്ലേ ഉള്ളൂ, ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ ഒറ്റ കുട്ടി മീൻസ് ഒരാളായതുകൊണ്ടാണ് നമ്മൾ വാസ് കൊടുത്തത്. വാസ് സിംഗുലർ ആണല്ലോ, അതുകൊണ്ടാണ് നമ്മളവിടെ കൊടുത്തത്. ഇപ്പം രണ്ടിൽ കൂടുതലുണ്ടായിരുന്നെങ്കിൽ നമുക്ക് അവിടെ വേറെ കൊടുക്കാമായിരുന്നു, പ്ലൂറൽ ആയിരുന്നു എന്നുണ്ടെങ്കിൽ. അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നയന ആസ്ക്ഡ് വേർ ഷീ വാസ് ഗോയിങ് എന്നുള്ള ലെവലിൽ നമുക്ക് ആയിട്ടുണ്ട് ഈ ഒരു സെൻറ്റൻസ്. അവിടെ വന്ന റൂള് നമ്മുടെ ഈ റൂളാണ് കേട്ടോ, ആമീസ് ആറും വാസ് വേർ, ആ ഒരു റൂളാണ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് മൂന്നാണ് നമുക്ക് യൂഷ്വലി ചോദിക്കാറുള്ളത്. പക്ഷേ ഞാൻ ഇമ്പറേറ്റീവിൻ്റെ കൂടെ എക്സാമ്പിൾ തരുന്നുണ്ട്. നോക്കൂ, ജോൺ കീപ് ക്വയറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓർഡർ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കതിനെങ്ങനെ ആൻസർ മീൻസ് റിപ്പോർട്ട് ചെയ്യാൻ നോക്കൂ. ജോൺ അഡ്വൈസ് ചെയ്തിരിക്കുകയാണല്ലോ, സോ നമുക്ക് അഡ്വൈസ് എന്ന് കൊടുക്കാം. ഇതാ നോക്കൂ, ഞാൻ പറഞ്ഞു എവിടെ ഇമ്പറേറ്റീവ് ആണല്ലോ ഇത് ഓർഡർ ചെയ്യാന്നൊക്കെ പറയുമ്പോൾ. സോ നമുക്ക് ടു ആണ് അവിടെ കണക്റ്റീവ് വേർഡായിട്ട് യൂസ് ചെയ്യേണ്ടത്. സോ അതാണ് ഞാൻ പറഞ്ഞത്. ജോൺ അഡ്വൈസ് ടു എന്ന് നമ്മൾ കൊടുത്തു. ടു, ഓക്കെ, ടു കീപ് ക്വയറ്റ്, അതുപോലെ തന്നെ നമുക്ക് എഴുതിയാൽ മതി കീപ് ക്വയറ്റ്. കാരണം ടുവിനോടൊപ്പം നമുക്കറിയാം, ടുവിനോടൊപ്പം ഇപ്പോഴും വെർബിൻ്റെ ഫസ്റ്റ് ഫോം മാത്രമേ വരാവൂ എന്നുള്ളൊരു റൂളുണ്ട്. അതാണ് നമ്മൾ കീപ്പിന് പ്രത്യേകിച്ചൊരു മാറ്റം കൊണ്ടുവരാത്തത്. ഓക്കെ, പിന്നെ ഞാൻ പറയട്ടെ, നമുക്ക് യൂഷ്വലി ചോദിക്കുന്ന ഈ ഒരു 3 ടൈപ്പ് സെൻറ്റൻസ് ആണ് നമുക്ക് ചോദിക്കാറുള്ളത്. അപ്പോൾ നിങ്ങൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത് ഇത് മാത്രം പഠിച്ചാൽ മതി കേട്ടോ. ഇമ്പറേറ്റീവിലും എക്സ്ക്ലമേറ്ററിലോട്ടൊക്കെ പോയി കൺഫ്യൂസ്ഡ് ആവണ്ട. ഇത് മൂന്നുമാണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പഠിക്കേണ്ടത്. എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് സെൻറ്റൻസും WH സെൻറ്റൻസും അതുപോലെ തന്നെ എസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യനും. ഓക്കെ, ഇത് ഇത്രയാണ് നിങ്ങൾ നോക്കേണ്ടത്. ഈ 3 ടൈപ്പാണ് നോക്കേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് വാക്കുകൾക്ക് റിപ്പോർട്ട് ചെയ്യുമ്പോൾ മാറ്റം വരും. നമ്മൾ നേരത്തെ നൗ ദെൻ ആയതുപോലെ അങ്ങനെയുള്ള വാക്കുകളാണ് ഇതാ എഴുതിയിട്ടുള്ളത്. ദിസ് വരികയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ആകും, ദീസ് ദോസ് ആകും, ഹിയർ ദെയർ ആകും, എഗോ ബിഫോർ ആകും, നൗ ദെൻ ആകും, നേരത്തെ നമ്മൾ ക്വസ്റ്റ്യനിൽ കണ്ടതുപോലെ. ഹെൻസ് എന്ന് പറഞ്ഞിട്ട് വരികയാണെങ്കിൽ ദെൻസ് ആകും. ഓക്കെ, പിന്നെ ടുഡേ എന്നാണ് വരുന്നതെന്നുണ്ടെങ്കിൽ എന്താകും, ദാറ്റ് ഡേ എന്നുള്ള രീതിയിലാവും. ഈ സാമാർ ഇത് നമ്മുടെ ടെൻസ് വെച്ചിട്ടുള്ള കാര്യം റൂള് പഠിച്ചതാണ്. ഇനി ടുമോറോ എന്ന് വരികയാണെങ്കിൽ ദ നെക്സ്റ്റ് ഡേ എന്നോ അല്ലെങ്കിൽ ദ ഫോളോവിങ് ഡേ എന്നുള്ള രീതിയിൽ മാറും. യെസ്റ്റർഡേ ആണെങ്കിൽ ദ പ്രീവിയസ് ഡേ എന്നോ ദ ഡേ ബിഫോർ എന്നുള്ള രീതിയിലാവും. ലാസ്റ്റ് ഡേ അല്ലെങ്കിൽ വീക്ക് അല്ലെങ്കിൽ മന്ത് അല്ലെങ്കിൽ ഇയർ എന്നുള്ള രീതിയിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ദ പ്രീവിയസ് ഡേ അല്ലെങ്കിൽ വീക്ക് അല്ലെങ്കിൽ മന്ത് അല്ലെങ്കിൽ ഇയർ, ഈ ഒരു രീതിയിലായിരിക്കും മാറുന്നുണ്ടാവുക. ഓക്കെ,
സോ ഞാൻ ഒന്നുകൂടി ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറയാണ്. നമ്മുടെ റിപ്പോർട്ടർ സ്പീച്ചാണ് നമ്മൾ പഠിച്ചത്. ആദ്യം നമ്മൾ കണക്റ്റിംഗ് വേർഡ്സ് പറഞ്ഞു, എന്തൊക്കെയാണ് മീൻസ് ആ ഒരു കാര്യം പറഞ്ഞു, ഓരോ ടൈപ്പ് സെൻറ്റൻസിനും എന്തൊക്കെയാണ് ഏതൊക്കെ കണക്റ്റിംഗ് വേർഡ്സ് ആണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. അതിനുശേഷം നമ്മൾ പറഞ്ഞതാണ് ഈ ഒരു ഫോർമാറ്റിനെ കുറിച്ചിട്ട്, ഈ റൂൾസിനെ പറ്റിയിട്ട് ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു. റൂൾസ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ എക്സാമ്പിൾസ് ആണ് നമ്മൾ നോക്കിയത്. അതിനുശേഷം നമ്മൾ എന്ത് പഠിച്ചു, കുറച്ച് വാക്കുകൾക്ക് മാറ്റം വരാറുണ്ട് എക്സെപ്ഷൻസ് ആയിട്ട്. സോ ആ വാക്കുകൾ ഏതൊക്കെയാണെന്നുള്ളതും, ഒരുപാട് വാക്കുകളുണ്ട്, നമുക്ക് നോർമലായിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട വാക്കുകളാണ് ഞാൻ ലാസ്റ്റ് ആ ഒരു കാണിച്ചു തന്നത് കേട്ടോ. സോ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ഇത് നിങ്ങൾക്ക് ആദ്യം ഇപ്പോൾ ഒന്നും അറിയാത്തവർക്കാണെങ്കിൽ ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടൊക്കെ ഫീൽ ചെയ്യും. പക്ഷേ അത് നിങ്ങൾക്ക് മാത്രമല്ല, എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെയാണ്. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങളിത് മനസ്സിരുത്തി ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങൾ മെല്ലെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക. റൂൾസ് ആദ്യം നന്നായിട്ട് ബൈ ഹാർട്ട് ആക്കണം. ഓക്കെ, നമുക്ക് ഈ റൂൾസ് ഒന്നും ഒരിടത്തും എഴുതി വെക്കേണ്ട കാര്യമില്ല. പക്ഷേ നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ റൂൾസ് എല്ലാം ആവശ്യമാണ് എന്നുള്ളത് എപ്പോഴും മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ റൂൾസ് പഠിച്ചതിന് ശേഷം മാത്രം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴായിരിക്കും നന്നായിട്ടൊന്ന് ഓക്കെ ആയിട്ട് വരുന്നുണ്ടാവുക കേട്ടോ. ആദ്യം തെറ്റുകളൊക്കെ പറ്റും, അത് എല്ലാവർക്കും സ്വാഭാവികമായിട്ട് നോർമലായിട്ട് വരുന്നത് കാര്യം തന്നെയാണ്. ആദ്യം കുറേയൊക്കെ തെറ്റിയെന്നിരിക്കും, പക്ഷെ അതൊന്നും മൈൻഡ് ആക്കണ്ട, വീണ്ടും പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് പോവുക. അപ്പോൾ ഉറപ്പായിട്ടും ഒരു ദിവസം എല്ലാം പെർഫെക്റ്റ് ആയിട്ട് മാറും. ഓക്കെ, അത് ഉറപ്പാണ്. ഓക്കെ, നിങ്ങൾ നന്നായിട്ട് എത്രത്തോളം ഇതിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യണം, അത്രത്തോളം നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇതിന് ഗ്രാമർ ടോപ്പിക്കുകൾക്കൊക്കെ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. സോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് ഡൗട്ട്സ് എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക.